ഉഷാറല്ലേ കാര്യങ്ങൾ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത്? എവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത്? യഥാർത്ഥ മുഅ്മിനിന് എന്തുണ്ടാവും നമ്മൾ പറഞ്ഞത്? അള്ളാഹിനോട് എന്തുണ്ടാവും? കേട്ടില്ല? മഹബത്ത് ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും. അപ്പൊ പേടി ഉണ്ടാവൂലേ? പേടി ഉണ്ടാവും. എങ്ങനെയാ പേടി ഉണ്ടാവുക? എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ റബ്ബ്, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ റബ്ബ്, ആ റബ്ബിന് ഇഷ്ടപ്പെടാത്തത് വല്ലതും എന്നിൽ നിന്ന് സംഭവിക്കുമോ എന്ന പേടി. പിടികിട്ടിയോ? എൻ്റെ റബ്ബിന് ഇഷ്ടപ്പെടാത്തത് വല്ലതും എന്നിൽ നിന്ന് സംഭവിക്കുമോ എന്ന ഭയം, അത് മുഅ്മിനിന്റെ അടയാളമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. പിന്നെന്താ പേടി? നാളെ പരലോകത്തിൽ നിന്ന് നിൽക്കുമ്പോഴേ, ആരുമില്ലാത്ത സമയം, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോൾ ഉമ്മ മൈൻഡ് ചെയ്യൂല, പ്രിയപ്പെട്ടവള് മൈൻഡ് ചെയ്യോ? നമ്മളെ ഇല്ല. ഭർത്താവ് മൈൻഡ് ചെയ്യോ? ആരും മൈൻഡ് ചെയ്യൂല. ആ സമയത്ത് കരുണക്കടലായ റബ്ബിന്റെ തിരുനോട്ടം ലഭിക്കാതെ പോകുമോ എന്ന പേടി. ആ പേടി വേണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ശരിക്ക് ഭർത്താവിനെ പ്രണയിക്കുന്ന ഒരു ഭാര്യ, നമ്മുടെ ഈ കുടുംബജീവിതമൊക്കെ പടച്ചവൻ എന്തിനാ നമുക്ക് തന്നത്? അത് ചിന്തിച്ചിട്ടുണ്ടോ? കുടുംബജീവിതം, നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഇതെന്തിനാ പടച്ചവൻ നമുക്ക് തന്നത്? ആരെ മനസ്സിലാക്കാനാണ്? അള്ളാഹിനെ മനസ്സിലാക്കാനാണ്. നമ്മുടെ ഭാര്യയിലൂടെ നമുക്ക് ആരെ കാണാൻ പറ്റണം? ആരെ കാണാൻ പറ്റണം? അള്ളാഹിനെ കാണാൻ പറ്റണം. ആ ബന്ധത്തിലൂടെ നമ്മളും ഉടമയും തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. കേവലം തലകുത്തിമറിയലല്ല ഇസ്ലാം. അള്ളാഹിനെ കിട്ടണം, അള്ളാഹിനെ തിരിച്ചറിഞ്ഞ് ഇബാദത്ത് ചെയ്യണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നു, ചില നമ്മുടെ ഭാര്യമാർക്ക് അതിരറ്റ് സ്നേഹം ഭർത്താവിനോടുണ്ടെങ്കിലും പേടി ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ? എന്ത് പേടിയാ? എന്ത് പേടിയാ? രണ്ട് കിട്ടുമെന്നുള്ള പേടിയാണോ? പിന്നെന്ത് പേടിയാ ശരിക്കും വേണ്ടത്? എൻ്റെ ഇക്കാക്കാക്ക് ഇഷ്ടപ്പെടാത്തത് വല്ലതും ഞാൻ ചെയ്തു പോകുമെന്നുള്ളൊരു പേടി. ആ പേടി എവിടെ നിന്നുണ്ടാവണ പേടിയാ? പ്രണയത്തിൽ നിന്നുണ്ടാകുന്ന പേടിയാണ്. സ്നേഹമുള്ളിടത്തല്ലേ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുള്ളൂ. അല്ലാതെ കാണുമ്പോ ഒക്കെ ഭയങ്കര സ്നേഹമാണ്, എന്തെങ്കിലും ഒന്ന് മുണ്ടിപ്പോയി കഴിഞ്ഞാൽ അപ്പം എൻ്റെ കരണം പുകയും. ഇത് യഥാർത്ഥ സ്നേഹമാണോ? അങ്ങനെയുള്ള പേടി യഥാർത്ഥ സ്നേഹമാണോ? അല്ലല്ലല്ല. എന്നെ പടച്ച എനിക്കെല്ലാം തരുന്ന റബ്ബുൽ ആലമീനായ അല്ലാഹ്, അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്. ആ റബ്ബിന് ഇഷ്ടപ്പെടാത്തത് വല്ലതും ലൈഫിൽ വരുമോ എന്ന പേടി, അത് മുഅ്മിനിന്റെ അടയാളമാണെന്നാണ്. അവർക്ക് ഈമാനിന്റെ മാധുര്യം കിട്ടൂ. ആ മധുരം നമുക്ക് അനുഭവിക്കണ്ടേ? മരിക്കുന്നതിന് മുൻപ് അനുഭവിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. മറ്റൊരു മധുരം കൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ വരുന്ന വെള്ളിയാഴ്ച മുതൽ നമ്മുടെ ഈ ക്ലാസ്സിൽ കൃത്യമായിട്ട് പങ്കെടുക്കുന്ന ആളുകളിൽ നിന്ന് 27 രാവിലെ ഒരാൾ നമ്മളെ തിരഞ്ഞെടുക്കും. എന്നിട്ട് അവർക്ക് നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരു സ്വർണ്ണ നാണയം സമ്മാനമായിട്ട് കൊടുക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഒരാളാണോ രണ്ടാളാണോ എന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ കമ്മിറ്റിയായിട്ട് ചർച്ച ചെയ്തിട്ടൊക്കെ നമ്മളോട് പങ്കുവെക്കും. അപ്പൊ കൃത്യമായിട്ട് ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ ആരൊക്കെ പങ്കെടുക്കും നമ്മൾ നോക്കും. ഇൻഷാ അല്ലാഹ് അത് കമ്മിറ്റി ഒരു ടോക്കണൊക്കെ തരും. എന്നിട്ട് കൃത്യം 27 രാവിൻ്റെ അന്ന് അൽഹംദുലില്ലാ, നല്ല കാര്യമല്ലേ? അല്ല, നിങ്ങൾ പറയല്ലേ അൽഹംദുലില്ലാ. അല്ലാഹു അതൊക്കെ ഭംഗിയായി നടത്താൻ തൗഫീക്ക് ചെയ്യട്ടെ. ആർക്ക് വേണ്ടി നമ്മൾ ഇരിക്കണേ? അല്ലാഹുവിന് വേണ്ടി. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഇന്നല്ലാഹ തആല യുഅതി ദുനിയ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. പടച്ചോൻ ഈ ദുനിയാവിലെ സൗകര്യങ്ങൾ 2 വിഭാഗത്തിന് നൽകും. ആരൊക്കെയാണത്? അള്ളാഹ് ഇഷ്ടപ്പെടുന്നവർക്കും നൽകും, അള്ളാഹ് സ്നേഹിക്കാത്തവർക്കും നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ദുനിയാവിലെ സൗകര്യം കണ്ടിട്ട് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആളാണെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുമോ? പറ്റൂല. ഇനി സൗകര്യം ഇല്ലായ്മ കണ്ടിട്ട് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആളാണെന്ന് വിലയിരുത്താൻ പറ്റുമോ? അതൊന്നുമല്ല. അള്ളാഹുവിന്റെ മഹബത്തിന് നിദാനം ഒറ്റക്കാര്യാണ്, വലാ യുഅത്തുൽ ഈമാൻ ഇല്ലാ മൻ യുഹിബ്ബു. അള്ളാഹു സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഈമാൻ കൊടുക്കൂ. എന്ത് കൊടുക്കൂ? പൈസയും ദാരിദ്ര്യവും ഒക്കെ എല്ലാം മാറി മറിഞ്ഞൊക്കെ കിട്ടും.
ഈമാൻ അതാർക്കേ കിട്ടുള്ളൂ? അള്ളാഹു സ്നേഹിക്കുന്നവർക്കേ കിട്ടൂ. സയ്യിദുനാ റസൂലുള്ളാഹ്. അങ്ങനെ കിട്ടിയ ഈമാൻ ഒരു ഘട്ടത്തിലും തകരൂല, ഒരു പിശാചിന്റെ മുമ്പിലും പൊളിയില്ല, തകരില്ല. ഉറച്ചു നിൽക്കുന്ന ഈമാൻ. ഏത് ഘട്ടത്തിലും എന്റെ കൂടെ ആരുണ്ട് എന്നുള്ള ബോധ്യം. ഇന്ന മഈ റബ്ബി, എന്റെ കൂടെ ആരുണ്ട്? അള്ളയുണ്ട് എന്നുള്ള ബോധ്യം. അതാണ് അള്ളാന്റെ മഹബത്ത്. എന്റെ കൂടെ ആരുണ്ട്? എനിക്കേറെ സന്തോഷം തോന്നിയെന്ന് മാത്രമല്ല, ഞാൻ ഇന്നലെ കരഞ്ഞു പോയൊരു ഘട്ടം, കണ്ണൊക്കെ നിറഞ്ഞു. അതിന് കാരണം നമ്മുടെ ക്ലാസ്സിന് പങ്കെടുത്ത ഒരു കുട്ടി, അവനേതാണ്ടൊരു ഹാഫിസ് ഒരു 18-19 വയസ്സൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അവനെനിക്കൊരു കവിത എഴുതിയിട്ട് ഇങ്ങനെ അയച്ചു തന്നു. ഇങ്ങനെയാണ്, ഞാൻ പാടണില്ല, ചിലപ്പോൾ ഗ്രാമറിക്കൽ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നുമല്ല. അവന്റെ കൽബിലുള്ള ആ വരികൾ അവൻ എഴുതി റബ്ബിനെ കുറിച്ച്. ഇങ്ങനെയാണ് വരികള്: പ്രണയം നിന്നോടാണ് റബ്ബന, എൻ ശ്വാസം നിൻ കനിവ് യാ അല്ലാ, നീ തന്ന മേനിയിലെ ചോരയെല്ലാം നിനക്കായി ഞാൻ നീരാക്കിയിടാം, ഞാൻ കേട്ട ആദ്യ വാക്ക് അല്ലയാ, എന്റെ ആദ്യ വര അലിഫല്ലയോ, നീ തന്ന ഈ കൽബിലേക്ക് നിന്നെ ഞാൻ വിളിച്ചോട്ടേ യാ അല്ലാ, സ്വർഗത്തെ ഞാൻ ചോദിച്ചു, നരകത്തെ ഞാൻ പേടിച്ചു, എന്നാൽ നിൻ പ്രണയമറിഞ്ഞപ്പോ റബ്ബിനെ കാണാൻ കൊതി മാത്രം. അവന്റെ കൽബിൽ നിന്ന് അവൻ എഴുതിയതാണ്. അള്ളാഹു അത് സ്വീകരിക്കട്ടെ. ഇതിനാണ് നമ്മൾ ഈ പണിയൊക്കെ എടുക്കുന്നത്. ആര് മാത്രം കൽബില്? ഒരു ബന്ധങ്ങളും നമ്മളെ സഹായിക്കാനുണ്ടാവൂല. നമ്മുടെ ഇലാഹ് റബ്ബ് മാത്രം, റബ്ബ് മാത്രം. എനിക്ക് ആര് മാത്രം? അതാണ് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു ഇത് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യകൂനു ഫീ ആഖിരി സമാനി റിജാലുൻ അൽസിനതുഹും അഹ്ലാമിന സുക്ർ. അവസാന കാലമാകുമ്പോഴേ കുറെ മനുഷ്യന്മാർ വരും, അവരുടെ നാവിന് പഞ്ചസാരയേക്കാൾ മധുരമായിരിക്കും. വഖുലൂബുഹും, അവരുടെ കൽബ് ചെന്നായുടെ കൽബ് പോലെ ഇരിക്കും. എങ്ങനെ? നാവ് പഞ്ചസാര പുരട്ടിയ വർത്താനമൊക്കെ പറയും. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ മയക്കുമരുന്ന് കേസിൽ എത്രയോ കുഞ്ഞുങ്ങൾ പോയി പെടുന്നുണ്ട്. ഇതിന്റെ ദൂഷ്യഫലങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും പോയി പെടുന്നതാണോ? സ്നേഹത്തോടെ അവരുടെ ചുണ്ടിൽ വെച്ചുകൊടുത്ത് പ്രണയം അതാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെന്നായയാണ്. എത്ര കേസുകൾ ഇപ്പൊ നമ്മുടെ കോളേജിൽ നിന്നൊക്കെ പിടിച്ചിട്ടുണ്ട്. ഗാന്ധിപുരം പാലത്തിന്റെ അടിയിൽ നിന്ന് കള്ളുകുടിച്ച് ബോധം പോയൊരു പെൺകുട്ടിയെയും കാമുകനെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ സംസാരിക്കുമ്പോൾ ആ കുട്ടി പറയണത്, എനിക്ക് സ്നേഹം തന്നത് അവനാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്നേഹം തന്നത് അവനാണ്. അല്ലേ? ആ നാവ് പുരട്ടി, പഞ്ചസാര പുരട്ടിയ നാവ് കൊണ്ട് അവൻ സംസാരിച്ച് അവളെ വീഴ്ത്തുന്നത് യഥാർത്ഥ സ്നേഹത്തിനാണോ? ഒരവസരത്തിനാണ് അവളെ കയ്യിലേക്കൊന്ന് കിട്ടാൻ. അല്ലേ? ഇതും മതത്തിലുണ്ട്. ചില ആളുകൾ പതിയെ ഇങ്ങനെ നാവിൽ മധുരം പുരട്ടി നമ്മളെ സോപ്പിടാൻ വരും. പതിയെ പതിയെ വിളിച്ചോണ്ട് പോകും. കൽബ് ചെന്നായിടെ ആയിരിക്കും. നമ്മളെ ഈമാൻ നശിപ്പിച്ചു കളയും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒരു വേള ചിന്തിച്ചു നോക്കുമ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തേക്കാൾ ഏറ്റവും വലിയ ജാഹിലിയ കാലഘട്ടം ഇന്നാണോ എന്ന് തോന്നിപ്പോവും. പക്ഷെ അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ഈമാൻ വേണം. ആ ഈമാൻ കിട്ടണമെങ്കിൽ കൽബിൽ എന്ത് വേണം? മഹബ്ബത്ത് വേണം. സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. ആ മഹബ്ബത്ത് റെഡി ആവണമെങ്കിൽ നമ്മൾ അള്ളാഹുമായിട്ട് എപ്പോഴും ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കണം. ഒരു ബന്ധം അള്ളാഹുമായിട്ട് എപ്പോഴും ഇങ്ങനെ വേണം. വേണ്ടേ? അള്ളാഹുമായിട്ട് എപ്പോഴും നമുക്ക് ബന്ധമുണ്ടോ? എപ്പോഴും സർവ്വസമയവും നമ്മുടെ ശ്വാസത്തിൽ പോലും അല്ലേ, എന്തൊരു ആനന്ദമായിരിക്കും അത്. അള്ളാഹ്ന്നുള്ളൊരു ആനന്ദം തിരിച്ചറിയുമ്പോൾ അത്രമേൽ സന്തോഷം അനുഭവിക്കണ ഒരു കോടീശ്വരനും ലോകത്തില്ല. ഉണ്ടോ? ഇല്ല എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഖുർആനിലൂടെ പറഞ്ഞുതരാണ്. ഹബീബ് റസൂലുള്ളാഹ്, മൻ അക്സറ ദിക്റല്ലാഹ് അഹബ്ബഹുല്ലാഹ്. അള്ളാന്റെ ദിക്റിനെ ആരെങ്കിലും അധികരിപ്പിച്ചാൽ അവനെ അള്ളാഹു സ്നേഹിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹ്. അതായത് എല്ലാ ഇബാദത്തിന്റെയും ജീവൻ എന്താണ്? ദിക്റുള്ളയാണ്. ദിക്റുള്ള എന്ന് പറഞ്ഞാൽ കേവലം തസ്ബീഹ് വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതല്ല, കൽബ് കൊണ്ട് അള്ളാഹിനെ സ്മരിക്കലാണ്. കൽബ് കൊണ്ട് സ്മരിക്കുമ്പോൾ വായിലൂടെ വരലാണ്. അതാണ് ദിക്റുള്ള. അപ്പൊ എല്ലാ ഇബാദത്തിന്റെയും ജീവൻ എന്ന് പറയുന്നത് എന്താണ്? ദിക്റുള്ളയാണ്. നമ്മുടെ ഇബാദത്തിൽ ദിക്റുള്ളയുണ്ടോ? നമ്മുടെ ലൈഫിൽ ദിക്റുള്ളയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, 24 hours എല്ലാ നിസ്കാരങ്ങളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര നേരം ഉണ്ടാവും? മാക്സിമം ഒരു 3/4 മണിക്കൂർ ഇല്ലേ? ഈ 3/4 മണിക്കൂറെങ്കിലും അള്ളാഹിനെ സ്മരിക്കാൻ നമുക്ക് പറ്റണുണ്ടോ?
വേണ്ട, ഒരൊറ്റ റക്അത്തിലെങ്കിലും എൻ്റെ കൽബിൽ അള്ളാഹു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാൻ പറ്റുന്ന എത്ര പേര് ഇക്കൂട്ടത്തിലുണ്ട്? എത്ര പേരുണ്ട്? എന്താ അതിന്റെ കാരണം? മനസ്സിന്റെ അടിത്തറയിൽ മഹബ്ബത്തില്ലാത്തതാണെന്ന് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ്. ഈ മിഹ്റാബ് എന്ന് പറഞ്ഞ അറബിയിൽ അർത്ഥം എന്താണ് അറിയോ നിങ്ങൾക്ക്? മിഹ്റാബ് യുദ്ധക്കളം എന്നാണ്. ഒരു പോര് നടക്കുന്ന സ്ഥലമാണത്. ആരോട് യുദ്ധം ചെയ്യണം? കപ്പിത്താൻ ആരോട് യുദ്ധം ചെയ്യണം? നഫ്സിനോടും ശൈത്താനോടും യുദ്ധം ചെയ്ത് പിന്നിൽ നിൽക്കുന്നവരെങ്ങോട്ട് കൊണ്ടുപോകണം? അള്ളാഹുവിലേക്ക് കൊണ്ടുപോകണം. കപ്പിത്താനെ പോലെ മോശമായൊരു മനുഷ്യനെ കൂട്ടത്തിലില്ല. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി മൻ അക്സറ ദിക്റുല്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിനെ അധികരിപ്പിച്ചാൽ അവനെ അള്ളാഹു സ്നേഹിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു, ഒരു സ്വഹാബിയെ കുറിച്ച് പരാതി പറയപ്പെട്ടു. നബിയെ, അയാൾ എപ്പോ നിസ്കരിച്ചാലും ഇഖ്ലാസ് സൂറത്ത് ഓതും. എപ്പോ നിസ്കരിച്ചാലും ഖുൽ ഹുവല്ലാഹു ഓതും. വലിയ സൂറത്ത് ഓതിയിട്ട് പിന്നെ ഒരു സൂറത്തും കൂടെ ചേർത്ത് കൊടുക്കും. ഇല്ലേ? അതുവരെ സ്വഹാബത്തിന് അറിയില്ല, നബി പഠിപ്പിച്ചതല്ല. റസൂലുള്ളാഹിനോട് ഒന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ആ സ്വഹാബി അങ്ങനെ ചെയ്യാൻ കാരണം? പോയി ചോദിക്കൂ, ശലു ചോദിക്ക്. സ്വഹാബത്ത് പോയി ചോദിച്ചപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, ഇതിൽ അള്ളാഹു ഉണ്ട്, അവന്റെ സിഫത്തുകളുണ്ട്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇത് കേട്ടപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹ് അഖ്ബിറൂഹു അന്നല്ലാഹ തആല യുഹിബ്ബു, ആ മനുഷ്യനോട് അറിയിക്ക് അയാളെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടാണെന്ന്. സയ്യിദുനാ റസൂലുള്ളാഹ് അള്ളാഹിനെ സ്നേഹിച്ചു, അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടാണ്. എപ്പോഴും അള്ളാഹിനെ ദിക്ർ ചെയ്യാൻ കൊതിച്ചു. അള്ളാഹു തിരിച്ചു വല്ലാതെ അങ്ങ് സ്നേഹിച്ചു കളയും സയ്യിദുനാ റസൂലുള്ളാഹ്. അല്ലേ? അള്ളാഹു പൊരുത്തപ്പെട്ടവർക്ക് മാത്രമാണ് അവന്റെ സ്വർഗം, അവന്റെ തൃപ്തി, അവന്റെ ലിഖാ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ അതിന് തൗഫീഖ് നൽകണേ റഹ്മാനെ. നമുക്ക് കിട്ടുന്നുണ്ടോ? അള്ളാന്റെ സ്നേഹം നമുക്ക് കിട്ടുന്നുണ്ടോ? തിരിച്ചറിയാൻ എന്താ വഴി? അതായത് ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് മനസ്സിലാവണ്ടേ ഞാൻ സ്നേഹിക്കണമെങ്കിൽ? ചില പിള്ളേര് പറയും, എൻ്റെ വാപ്പാക്ക് ഭയങ്കര സ്നേഹമാണ് ഉസ്താദെ, പക്ഷെ പുറത്ത് കാണിക്കൂല. പിന്നെ എന്തിനാണോ സ്നേഹം? ഏതുപോലെ വെച്ചാൽ ഞാൻ പറയും, എൻ്റെ വീട്ടിൽ ഒരുപാട് ബുക്സ് ഉണ്ട്, ആ കിഡിലൻ ലൈബ്രറി ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ തുറന്നു നോക്കൂല. വല്ല കാര്യമുണ്ടോ? ലൈബ്രറി ഉണ്ട്. സ്നേഹം എന്ത് ചെയ്യണം? മക്കളോട് കാണി. ചില ഭാര്യമാരും പറയും, ഉസ്താദ് എൻ്റെ ഇക്കാക്ക് ഭയങ്കര സ്നേഹമാണ്, എനിക്ക് 4 നേരം തിന്നാൻ തരും, എനിക്ക് കിഡിലൻ ഡ്രസ്സൊക്കെ എടുത്തു തരും, പക്ഷെ പുറത്ത് സ്നേഹം കാണിക്കൂല. അങ്ങനെയുള്ള വില്ലന്മാരൊക്കെ കൂട്ടത്തിലുണ്ട്. അത് സ്നേഹാണോ? സ്നേഹാണോ അത്? സ്നേഹം പ്രകടിപ്പിക്കണം. അങ്ങനെ ആയിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹ്. സ്വഹാബത്ത് തെറ്റിദ്ധരിച്ച വേള പോലെ ഉണ്ടായിരുന്നു. ഒരിക്കലും രാത്രിയിൽ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ട്, ഒരിക്കലും രാത്രി ഒരു പെണ്ണിന്റെ കൈയും പിടിച്ച് റസൂലുള്ളാഹി ഇങ്ങനെ പോണു. ഒരു സ്വഹാബി ഇത് കണ്ടപ്പോൾ തന്നെ ഓടിക്കളഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നാലെ ഓടി, നിക്ക്, ഇതെന്റെ ഭാര്യ ഹഫ്സയാണ് കേട്ടോ സയ്യിദുനാ റസൂലുള്ളാഹ്, അങ്ങേ ഞാൻ തെറ്റിദ്ധരിക്കുമോ നബിയേ? എന്നാലും പറയേണ്ട ഉത്തരവാദിത്വം, നമ്മളെ തെറ്റിദ്ധരിക്കുമോ എന്നുള്ളൊരു സംശയം വന്നാലും ആ ധാരണ മാറ്റി കൊടുക്കണം എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. കാരണം രാത്രി നടക്കാനിറങ്ങിയൊക്കെയാണ് വൈഫായിട്ട് നടക്കാൻ പോവുക, ഓട്ട മത്സരം നടത്തുക, അല്ലേ? സ്നേഹപ്രകടനം ഉണ്ടാകണം മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ അള്ളാഹ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. എങ്ങനെ നമ്മൾ തിരിച്ചറിയാൻ പറ്റും? ഹബീബ് റസൂലുള്ളാഹ് നമുക്ക് ചില അടയാളങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ പറഞ്ഞു തരട്ടെ. സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്നെ എൻ്റെ നാഥൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയോ? ആ ഇഷ്ടപ്പെടണമെങ്കിൽ എൻ്റെ കൽബിൽ അള്ളാഹിനോട് എന്ത് വേണം? മഹബത്ത് വേണം. നമുക്ക് ചില അടയാളങ്ങളുണ്ട്. ഒന്നാമത്തത്, സ്വന്തം കുറവുകൾ മറ്റാരും തിരുത്തിത്തരാതെ സ്വയം ബോധ്യപ്പെടലാണ്. മനസ്സിലായില്ല? ഹബീബ് റസൂലുള്ളാഹ് ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ, അല്ലാഹു ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ ജഅല ലഹു വാഇളം മിൻ നഫ്സിഹി യഅ്മുറുഹു വയൻഹാഹു. അല്ലാഹു ഒരാൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പടച്ചോനൊരു വഅദ് പറയുന്ന ആളെ അവന്റെ നഫ്സിന്റെ ഉള്ളിൽ നിയോഗിക്കും. അവനെ നല്ലത് പറഞ്ഞു കൊടുക്കും, തിന്മയിൽ നിന്ന് അകറ്റി നിർത്തും സയ്യിദുനാ റസൂലുള്ളാഹ്. അല്ലാഹ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളൊരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ നമ്മളെ പിടിച്ചിങ്ങനെ വലിക്കും. ആരാണത്? നമ്മുടെ ഉള്ളിലുള്ള ഉപദേശകനാണ്.
ഒരു നല്ലത് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ വേഗം ചെയ്തോ വേഗം ചെയ്തോ വേഗം ചെയ്തോ, നമ്മളിങ്ങനെ തോന്നിപ്പിക്കും, നന്മയിലേക്ക് ചാടിപ്പിക്കും സയ്യിദുനാ റസൂലുള്ളാഹ്. അതാരാ? അള്ളാന്റെ കാവൽ ഭടന്മാരാണ്. ആരാണത്? മലക്കുകളാണ്. മലക്കുകളാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ ഒന്നാമത്തെ എന്താണ്? ഒരു തെറ്റ് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു തിന്മയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ മറ്റൊരാൾ തിരുത്താതെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു ഫോഴ്സ് ലഭിക്കും. തിന്മയിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തും, നന്മയിലേക്ക് പ്രേരിപ്പിക്കും. ഇങ്ങനെ സ്വന്തം നഫ്സിന്റെ അകത്ത് തന്നെ ഒരാളെ അള്ളാഹു റെഡിയാക്കി തരും. അങ്ങനെ കിട്ടിയവരുണ്ടോ കൂട്ടത്തില്? കിട്ടിയിട്ടില്ലെങ്കിൽ എന്തിന്റെ കുറവാണ്? അള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ കുറവാണ്. സ്നേഹം ഉണ്ടാക്കിയെടുക്കണ്ടേ? ഇൻഷാല്ലാഹ് വരും ദിവസങ്ങളിലൊക്കെ അത് നമുക്ക് പഠിക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. രണ്ടാമത്തെ അടയാളം എന്താണ്? അള്ളാഹിന്റെ സ്നേഹം കിട്ടിയിട്ടുണ്ടോ? രണ്ടാമത്തെ അടയാളം, അള്ളാഹുവിന്റെ സ്നേഹം ലഭിച്ച വ്യക്തി സൗമ്യനായിരിക്കും. നമ്മളൊരാള് ചീത്ത വിളിച്ചാൽ, തെറി വിളിച്ചു എന്ന് വിചാരിക്കുക, എന്തായിരിക്കും? എൻ്റെ അഭിമാനത്തിന് ക്ഷതയേറ്റു അല്ലേ? പ്രശ്നങ്ങളായി ബഹളങ്ങളായി തിരിച്ച് രണ്ടെണ്ണം അങ്ങോട്ട് വിളിക്കും. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഇദാ അഹബ്ബല്ലാഹുൽ അബ്ദ അഅതാഹുർ റിഫ്ഖ. അല്ലാഹ് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവന് സൗമ്യ സ്വഭാവം കൊടുക്കും. അവനെ വേദനിപ്പിച്ചാലും അവനെ കുറ്റം പറഞ്ഞാലും നെവർ മൈൻഡ് ചെയ്തു വിട്ടും. അത് കൂടുതൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യമാരോട് ചിന്തിച്ചു നോക്കിയേ. ചെറിയൊരു നിസ്സാര കാര്യം മതിയില്ലേ നമ്മൾ പൊട്ടിത്തെറിയാൻ, അല്ലേ? നമ്മൾ ദേഷ്യപ്പെടൂല്ലേ അവളോട്? എന്താ ദേഷ്യപ്പെടുന്നതിൻ്റെ ഒരു അകത്തുക എന്താണ്? അവൾ എൻ്റെ താഴെ കിടക്കണോളാന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാ. അവൾ തിരിച്ചെന്നെ തല്ലൂല എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാ. തിരിച്ചു തല്ലിയ പണിക്ക് നമുക്ക് നിൽക്കുവോ? നമ്മൾ നിൽക്കുവോ? അഷ്കർ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു കുഴിക്കാട്ടുമൂലയിൽ. എന്നോടൊന്ന് സങ്കടം പറഞ്ഞു, ഉസ്താദെ അവൾ എൻ്റെ വയറ് നോക്കി ചവിട്ടി ഉസ്താദെ എന്ന് പറഞ്ഞു. നീ എന്ത് ചെയ്തിട്ട്? ഞാൻ കർണക്കുറ്റിയൊക്കെ ഒന്ന് കൊടുത്ത്, അപ്പോൾ അവൾ കാല് നീട്ടി എൻ്റെ വയറ്റത്തിട്ട് ചവിട്ടി. ഞാൻ പിന്നെ തല്ലിയോ? പിന്നെ തല്ലില്ല, ഞാനങ്ങോട്ട് ഇരുന്നു പോയി. ഈ സാധനം തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തല്ലുവോ? തല്ലൂല. ഇത് കിട്ടൂല എന്ന് ഉറച്ച ബോധ്യമുള്ളതുകൊണ്ടാണ് നമ്മുടെ കൈ പൊങ്ങണത്. എന്നാൽ അള്ളാഹു മഹബത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവനിൽ സൗമ്യ സ്വഭാവം ഉണ്ടാവും. സയ്യിദുനാ റസൂലുള്ളാഹ് മാത്രമല്ല എല്ലാവരും നമ്മളെ സ്നേഹിക്കും. അള്ളാഹിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ്, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ട്. എല്ലാം സ്വഹീഹായ ഹദീസാണ്, വേറെ ഒന്നും നമ്മൾ എടുക്കണില്ല. ബുഖാരിയിൽ മുസ്ലിമുള്ള ഹദീസ് മാത്രം. ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ, അള്ളാഹു ഒരു അടിമയെ പ്രണയിച്ചാൽ യുദ്ആ ജിബ്രീൽ, ജിബ്രീലിനെ വിളിക്കപ്പെടും. ആരെ വിളിക്കും? ജിബ്രീലിനെ വിളിക്കും. എന്നിട്ട് പറയും, ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹ്ബിബുഹു, ഞാൻ ഇന്നാലിന്ന ആളെ സ്നേഹിക്കുന്നുണ്ട് ജിബ്രീൽ, അതുകൊണ്ട് നീയും സ്നേഹിക്കണേ എന്ന് അള്ളാഹു പറയും. സയ്യിദുനാ റസൂലുള്ളാഹ്, ഞാനൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നീയും ഇഷ്ടപ്പെടണം ജിബ്രീൽ. അപ്പോ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഫയുഹിബ്ബുഹു ജിബ്രീൽ, ജിബ്രീലും സ്നേഹിക്കും. സുമ്മ യുനാദി ഫിസ്സമാ, ആകാശലോകത്തുള്ള മുഴുവൻ ആളുകളെയും, അതായത് മലക്കുകളെ മുഴുവൻ വിളിച്ചിട്ട് ജിബ്രീൽ പറയും, അള്ളാഹ് ഇന്നാലിന്ന ആളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളും സ്നേഹിക്കണം കേട്ടോ. ആകാശത്തുള്ള മലക്കുകൾ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും പറഞ്ഞേ? സ്നേഹിക്കും. നമ്മൾ ആരെ സ്നേഹിച്ചാൽ? ഈ മലക്കുകൾ മുഴുവൻ സ്നേഹിച്ചാലുള്ള ഗുണം എന്താ? നമ്മുടെ പാറാവുകാരായി ആരുണ്ടാവും? മലക്കുകൾ ഉണ്ടാവും. ചില അഭൗതികമായ സഹായങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് നമ്മളിങ്ങനെ വീഴാൻ പോകുമ്പോൾ ഒരാൾ നമ്മളെ താങ്ങി പിടിച്ചു. ഓക്കെ, ചിലപ്പോൾ ഇത്തിരി ഹൈറ്റിൽ നിന്നൊക്കെ നമ്മൾ വീണു. എങ്ങനെയാണ്? എന്നിട്ട് എന്ത് സംഭവിച്ചു? എങ്ങനെയെന്ന് അറിയുമ്പോൾ അങ്ങനെ അങ്ങോട്ട് രക്ഷപ്പെട്ടു. ആരവിടെ ഹെൽപ്പ് ചെയ്ത്? അള്ളാന്റെ പട്ടാളാണ്, മലക്കുകളാണ്. അള്ളാഹുവാണ് നമ്മളെ രക്ഷിച്ചത്, അല്ലേ? ഈ ഒരു പട്ടാളത്തിന്റെ ഒരു വലയം തീർത്തതുപോലെ ഒരു രാജകീയ നടക്കാൻ ആർക്ക് പറ്റും? അള്ളാനെ മഹബത്ത് വെച്ചവർക്ക് പറ്റും. സയ്യിദുനാ റസൂലുള്ളാഹ്. ഇനി ടെൻഷൻ ഉണ്ടാവും. മനുഷ്യനാണല്ലേ, മനുഷ്യനാണ്, മനുഷ്യന്റെ പ്രകൃതിയാണത്. എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം വരുമ്പോ, പടച്ചോനെ ഞാൻ പെട്ടുപോകൂ അല്ലാന്ന് ചോദിക്കുമ്പോ, അങ്ങനെ ചിന്തിച്ചു പോകുമ്പോഴേക്ക് മലക്കുകൾ പറയും, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, മോനെ നീ സങ്കടപ്പെടല്ലേ, വിഷമിക്കല്ലേ, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വൽ ആഖിറ, ഈ ദുനിയാവിലും നാളെ പരലോകത്തും ഞങ്ങൾ നിന്റെ സഹായികളാണ്, ടെൻഷൻ അടിക്കണ്ട, ഞങ്ങളുണ്ട് കൂടെ. അള്ളാഹ് പറഞ്ഞയച്ചതാ ഞങ്ങളെ. മലക്കുകൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും. സയ്യിദുനാ റസൂലുള്ളാഹ്. ഇത് ആർക്ക് കിട്ടുന്ന ക്വാളിറ്റിയാണ്? അള്ളാനെ സ്നേഹിച്ചവർക്ക്, അല്ലേ? സ്വർഗത്തെ മാത്രം സ്നേഹിച്ചവർക്ക് കിട്ടണതാണോ ഇത്? നരകത്തെ മാത്രം പേടിച്ചവർക്ക് കിട്ടണതാണോ ഇത്? ആരെ സ്നേഹിച്ചവർക്ക് കിട്ടണതാ? അള്ളാനെ സ്നേഹിച്ചവർക്ക് കിട്ടണതാണ്.
ഹബീബായ തങ്ങൾ പറയാണ്, അപ്പൊ അള്ള വെറുച്ചാലോ? അള്ള വെറുത്തു കഴിഞ്ഞാൽ ജിബിരിലിനോട് പറയും, ജിബിരിലെ ഇന്നാലിന്നാളെ ഞാൻ വെറുത്തിട്ടുണ്ട്, അവനെ നീയും വെറുക്കണം. ആകാശത്തുള്ള മലക്കുകൾ മുഴുവൻ വെറുക്കും സയ്യിദുനാ റസൂലുള്ളാഹ്. അള്ള സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഭൂമിയിൽ നല്ല മനുഷ്യന്മാരുടെ ഉള്ളിലൊക്കെ നിന്നോടൊരു സ്നേഹം അല്ല അങ്ങ് ഇട്ടുകൊടുക്കും സയ്യിദുനാ റസൂലുള്ളാഹ്. എല്ലാവരും അംഗീകരിക്കും നമ്മളെ. എത്രയൊക്കെ നല്ലത് പറഞ്ഞാലും അയാൾ കണക്കാന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. ഉണ്ടാവും. മുത്തുനബി എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എല്ലാവരും അംഗീകരിച്ചോ റസൂലുള്ളാഹിനെ? അബൂജഹൽ അംഗീകരിച്ചോ? ഉത്ബ ഇല്ല. അങ്ങനെ ഉണ്ടാവൂല. എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ കള്ളനായിരിക്കും. ഒരാളും കുറ്റം പറയാത്തൊരു മനുഷ്യനുണ്ടെങ്കിൽ അയാൾ കള്ളനായിരിക്കും. നല്ലത് ചെയ്യുന്നവന് കുറ്റം പറയാൻ ആളുണ്ടാവുന്നതാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. രണ്ടടയാളങ്ങൾ പഠിച്ചു. ഒന്നേതാണ്? അല്ല നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ അടയാളം എന്തായിരുന്നു? മറന്നു. തെറ്റുകൾക്ക് മറ്റൊരാളുടെ പ്രേരണയില്ലാതെ സ്വയം നമ്മളെ തിരുത്താൻ അല്ലാഹ് ആളെ തരും. രണ്ടാമത്തേത് സൗമ്യമായ പെരുമാറ്റം. മൂന്നാമത്തേത് എന്താണ്? അല്ലാഹ് നമ്മളെ ഇഷ്ടപ്പെട്ടാൽ ധാരാളം പരീക്ഷണങ്ങളുടെ ഒഴുക്കായിരിക്കും. എങ്ങനെ? അല്ലാഹ് ഇഷ്ടപ്പെട്ടാൽ പിന്നെ പരീക്ഷണമായിരിക്കും എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പരീക്ഷിക്കപ്പെടും. ശിക്ഷയല്ല, ശിക്ഷ വേറെ ഉണ്ട്. ഇത് പരീക്ഷണം. അതാർക്കേ വരുള്ളൂ? അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്കേ ഉണ്ടാകൂ. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ്. കുടുംബത്തിൽ പെട്ടെന്നുള്ള മരണം, സാമ്പത്തിക ഞെരുക്കം, ഇത് ശിക്ഷയായിട്ട് പലർക്കും വരും. അതിനെക്കുറിച്ചല്ല. അല്ലാഹു മഹബത്ത് വെക്കുന്നവർക്ക് പരീക്ഷണമായിട്ടുണ്ടാകും സയ്യിദുനാ റസൂലുള്ളാഹ്. എങ്കിലും ആ ഘട്ടത്തിലും മനസ്സിലൊരു ചാഞ്ചല്യമില്ലാത്തവണ്ണം അവിടെ നിൽക്കും. ആരിലേക്ക് നിൽക്കും? ഈമാൻ വലിച്ചെറിയവൻ. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു കണിയാന്റെ വീടിന്റെ വാതിൽക്ക് ചെന്ന് നിൽക്കുവോ? അവൻ നിൽക്കുവോ? ഇല്ല. എടാ അതാ മറ്റേ നമ്മുടെ മൈക്കോണാണ് അപ്പുറത്തെ ആണോ? ഈ ഭഗവതിയുടെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് കുറച്ച് ചില്ലറ ഇട്ടാ മതി, ശരിയായിക്കോളും. ഒന്നും നെട്ട് നോക്കാന്ന് പറഞ്ഞ് ഇട്ട് നോക്കിയ ആൾക്കാരൊക്കെ ഉണ്ട്. മുശ്രിക്കായി പോകൂലേ? പോകൂല്ലേ? പറഞ്ഞ മനസ്സിലായോ? പോകൂല്ലേ? മുശ്രിക്കാവൂലേ? അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അള്ളാനെ ചതിക്കുന്നവനാണവൻ. അള്ളാനെ ചതിക്കുന്നവനല്ലേ? അതായത് എന്നെ റബ്ബ് പരീക്ഷിക്കുന്നത് എന്തിനാ? ആ സ്നേഹത്തിന്റെ അളവ് തിരിച്ചറിയാനാണ്. ആ സമയത്ത് അള്ളാനെ ഇട്ടുകൊണ്ട് പോയാൽ ഇപ്പൊ വേറൊന്നും വേണ്ട. നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഭാര്യ, അവക്ക് വേണ്ടതൊക്കെ കൊടുത്തു, എല്ലാം കൊടുത്തു, 3 മക്കളുണ്ട്, അടിപൊളി ലൈഫ്. പെട്ടെന്ന് നമുക്കൊരു തകർച്ച സംഭവിച്ചു. ഞാനാണെങ്കിൽ അവളെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നവനാണ്. പെട്ടെന്ന് അവളെ എന്നെ ഇട്ടുണ്ട് വേറൊരാളുടെ അടുക്കൽ പോയി. പിന്നെ എനിക്ക് സ്നേഹിക്കാൻ തോന്നുമോ? ഞാൻ എന്ത് ചെയ്യും? വെറുക്കോ ഇല്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ അവനോടുള്ള പ്രണയത്തെ തിരിച്ചറിയാൻ നിനക്ക് പരീക്ഷണങ്ങൾ തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഈമാൻ വലിച്ചെറിഞ്ഞാൽ അല്ലാഹു നിന്നെ വലിച്ചെറിയും സയ്യിദുനാ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ഇബ്തലാ. അപ്പോ അകപ്പാട് ഇടങ്ങേറാണ്, എപ്പോഴും ദാരിദ്ര്യമാണ്, പ്രയാസമാണ്, പടച്ചോൻ എന്നെ കൈവിട്ടതാണ്, അങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? മറിച്ച് എന്നെ എൻ്റെ റബ്ബ് വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഈ പരീക്ഷണങ്ങളൊക്കെ. ഞാൻ ഉറച്ചു നിൽക്കും, ഞാൻ ഈമാനിൽ നിൽക്കും. ആരെന്നെ കൈവിട്ടാലും എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ടാവും. അല്ലേ? അങ്ങനെ തിരിച്ചറിയുന്നവനാണ് മുഅ്മിൻ പരിശുദ്ധ റസൂലുള്ളാഹ്. എന്നിട്ട് പറയുന്നുണ്ട് ഫഇൻ സ്വബറ, ഈ പരീക്ഷണത്തിൽ അവനിങ്ങനെ ക്ഷമിച്ചാൽ ഇജ്തബാ, അവനെ അല്ലാഹ് തെരഞ്ഞെടുക്കും. ഇങ്ങനെ ക്ഷമിച്ചാൽ അല്ലാഹ് എന്ത് ചെയ്യും? അവനിങ്ങനെ കഷ്ടപ്പെട്ട് ക്ഷമിച്ചു, അകപ്പാണ്ട് ഇടങ്ങേറാണ്, എന്നാലും ക്ഷമിച്ച് പടച്ചോന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ക്ഷമിക്കുകയാണ്, ക്ഷമിച്ചു, അവനെന്ത് ചെയ്യും? അല്ലാഹ് തെരഞ്ഞെടുക്കും. വഇൻ റളിയ, എന്നാ തൃപ്തിപ്പെട്ടാലോ? തൃപ്തിപ്പെടുന്നവനെ ഇസ്തഫാ, അല്ലാഹ് അവന്റെ മിത്രമാക്കും സയ്യിദുനാ റസൂലുള്ളാഹ്. ക്ഷമിക്കലാണ് നമ്മൾ ചെയ്യല്, തൃപ്തിപ്പെടൽ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഈ സഫി എന്ന് പറഞ്ഞാൽ കരളാണ്, കരള്. എന്റെ കരളെ എന്ന് വിളിക്കുന്ന പോലെ ഇസ്തഫാ, ഞാൻ എന്റെ മിത്രമായി അവനെ ചേർത്ത് പിടിക്കും സയ്യിദുനാ റസൂലുള്ളാഹ്. അതിനെന്ത് വേണം? അല്ലാഹ് എന്ത് തന്നാലും അൽഹംദുലില്ലാഹ്. കല്യാണം നടന്നാലും അൽഹംദുലില്ലാഹ്, കല്യാണം മുടങ്ങിയാലും അൽഹംദുലില്ലാഹ്, ആരോഗ്യം ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ഹോസ്പിറ്റലിലാണെങ്കിലും അൽഹംദുലില്ലാഹ്.
എന്തിനുമേതിനും ചിരിച്ചുകൊണ്ട് എന്റെ റബ്ബ് എനിക്ക് എന്ത് തന്നോ ഞാൻ റെഡിയാണ്, തൃപ്തിപ്പെടാൻ ചെയ്യാറാണ്. ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടതാരാ? അള്ളാഹുവിന്റെ അമ്പിയാക്കളാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് വല്ലാതെ പരീക്ഷിക്കപ്പെട്ടു. ആയിഷ ബീവി ഒരിക്കല് മുത്തുനബി ഇങ്ങനെ മടിയിൽ കിടച്ചാണ്. ഇടയ്ക്ക് ഭാര്യയുടെ മടിയിലൊക്കെ കിടക്കണം. കിടക്കാറുണ്ടോ? ഉണ്ടോ? അന്തൊരു ചിരി. പോയി കാല് നീട്ടിരിക്കടി, കിടക്കട്ടെ എന്ന് പറയണം. തിരിച്ചും അവളെയും പിടിച്ചിങ്ങനെ കിടച്ചണം. ആയിഷ ബീവിക്ക് റസൂലുള്ളാഹിനെ ഇങ്ങനെ കിടത്തിയിട്ട് താലോലിക്കായിരുന്നു, ഓമനിക്കായിരുന്നു. നമ്മളതിന് സമയം കണ്ടെത്താറുണ്ടോ? ആയിഷ ബീവിയോട് പറയും, ആയിഷു എന്നൊന്ന് മന്ദിരിച്ചേ, ആ കാലം കിട നീട്ടിയേ, ഞാനൊന്ന് കിടക്കട്ടെ. ആ മടിയിൽ ഇങ്ങനെ കിടക്കും. എന്നെ ഒന്ന് മന്ദിരിക്ക ആയിഷ. സയ്യിദുനാ റസൂലുള്ളാഹ് ആയിഷ ബീവി ഇങ്ങനെ തലയിൽ മന്ദിരിച്ചു കൊടുക്കും മുത്തുനബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ്? ഈ പ്രണയം തിരിച്ചറിയുമ്പോഴാണ് ആരുമായിട്ടുള്ള പ്രണയം നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ. ശരിക്കൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഉമ്മാനെ സ്നേഹിക്കാത്തവന്, വാപ്പാനെ വെറുപ്പിച്ചവന്, ഭാര്യയെ ഒഴിവാക്കിയവന്, ഭർത്താവിനെ ഒഴിവാക്കിയവൾക്ക്, കുടുംബ ബന്ധം തകർച്ചവർക്ക്, സാമൂഹിക ബന്ധം തകർത്തവർക്ക് ആരെ കിട്ടൂല? കിട്ടൂല. ഈ ബന്ധങ്ങളൊക്കെ നമുക്ക് ഉദാഹരണങ്ങളാണ്. എന്തിന്? ആരെ തിരിച്ചറിയാൻ? ഈ ബന്ധങ്ങളൊക്കെ തകർത്തിട്ടോന് പിന്നെ എങ്ങനെ അള്ളാനെ കിട്ടുക? ഈ ബന്ധങ്ങളിലൂടെയാണ് നമ്മൾ ആരെ തിരിച്ചറിയേണ്ടത്? അള്ളാനെ തിരിച്ചറിയേണ്ടത്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് ആയിഷ ബീവിയുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആയിഷ ബീവിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞിങ്ങനെ ഒഴുകുന്നുണ്ട്. എന്തേ കാരണം? ഒരുപാട് അനുഭവിക്കുന്നുണ്ട് മുത്തനബിതങ്ങള്. അപ്പൊ ആയിഷ ബീവിയോട് പറയാണ്, ആയിഷ, എന്റെ സഹോദരങ്ങളായ ഉലുൽ അസ്മുകളിൽപ്പെട്ടവര് ഇതൊന്നുമല്ല, ഇതിലപ്പുറം സഹിച്ചിട്ടുണ്ട്. ഞാനൊന്ന് സന്തോഷിച്ചോട്ടെ ആയിഷ, നീ വിഷമിക്കണ്ട. എന്താ പറഞ്ഞത്? ഞാനൊന്ന് സന്തോഷിച്ചു. അതായത് ഈ പ്രയാസങ്ങളൊക്കെ അവരെന്ത് ചെയ്യാൻ? നമ്മുടെ നോട്ടത്തിൽ എടങ്ങേറാവാണെന്നാണ്. പക്ഷെ അവരുടെ മൈൻഡിൽ എന്താണ്? അവരാഘോഷിക്കാൻ. കാരണം എന്റെ റബ്ബാണ് എനിക്കിത് തന്നത്. എനിക്കിത് തരാൻ കാരണം അവൻ എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ്. അവൻ എന്ത് തന്നാലും ഞാൻ തയ്യാറാണ്, അത് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നാണ് ഹബീബ് റസൂലുള്ളാഹ്. അമ്പിയാക്കൾക്കുണ്ടായ ഒരൊറ്റ പേടി ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? അമ്പിയാക്കള് ആരാണ്? അള്ളാഹുവിനോട് അടുത്തവരാണ്. അവരിങ്ങനെ പ്രയാസത്തിൽ കിടന്ന് ഇടങ്ങേറാകണത് കാണുമ്പോൾ സാധാരണക്കാരായ ആളുകൾ പെട്ടുപോകുമെന്നുള്ള പേടി. അള്ളാന്റെ ഹബീബല്ലേ, അള്ളാന്റെ ഹബീബാണെന്നൊക്കെ അല്ലേ പറയണത്. എന്നിട്ട് ഏറ്റവും കൂടുതൽ ഇടങ്ങേറാവണത് അവരാണല്ലോ. അപ്പൊ പിന്നെ ഇത് സത്യമാണോ എന്നാര് ചിന്തിക്കും? അള്ളാഹുവിന്റെ ഔലിയ സ്വാലിഹീങ്ങളുടെ അടുക്കൽ നമ്മൾ പോയിട്ട്, അല്ലെങ്കിൽ മുത്തനബിയുടെ അടുക്കൽ ചെന്നിട്ട് സ്വഹാബത്ത് പറയും, നബിയെ എന്റെ കണ്ണിന് ഭയങ്കര രോഗമാണ്, ഒന്ന് മാറ്റിത്തരണേ. അപ്പൊ റസൂൽ എന്ത് ചെയ്യും? ഉമിനീരെടുത്തിട്ട് ഇങ്ങനെ തടവി കൊടുക്കും. ആ മുസ്ലിം ഉദ്ധരിക്കണ ഹദീസാണ്. എന്നാൽ ഇതിലും വലിയ പ്രശ്നം ആർക്കുണ്ടാവും? നമ്മുടെ നോട്ടത്തില് റസൂലുള്ളാഹിക്ക് ഉണ്ടാവും. നബിക്ക് തന്നെ ഒരുപാട്. അത് പ്രശ്നമായിട്ട് നമുക്കാണ് തോന്നുന്നത്. അള്ളാഹനെ സ്നേഹിച്ചവർക്ക് അതൊരു പ്രശ്നമാണോ? അല്ല മക്കളെ, അല്ല. അള്ളാഹനെ സ്നേഹിച്ചവരത് ആസ്വദിക്കുകയാണ്. നമ്മുടെ നോട്ടത്തിൽ മാത്രമാണ് പ്രശ്നം. പാതിരാവിന്റെ യാമങ്ങളിൽ കാലിന് നീര് വന്ന് വീർക്കുന്നത് വരെ നിസ്കരിച്ചില്ലേ സയ്യിദുനാ റസൂലുള്ളാഹ്? നമ്മളെങ്ങനെയാ പറയാ? എടങ്ങേറായി, കാലിനൊക്കെ നീര് വന്ന് വീർത്ത്, തുരട്ടെങ്ങേറായിട്ടുണ്ട് റസൂലുള്ളാഹ്. അള്ളാന്റെ ഹബീബ് ഇടങ്ങേറാവുമായിരുന്നോ? കാലിന് നീര് വന്ന് വീർത്തിട്ട് മതിയാവണില്ല മുത്തുനബിക്ക്. കാരണം ഞാനേറെ പ്രണയിക്കുന്ന എന്റെ നാഥൻ, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ റബ്ബ്, അവന്റെ മുമ്പിൽ നിൽക്കാൻ കൊതിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ മനുഷ്യന്റെ, ഞാൻ ചുരുക്കാണ്, പത്തരായല്ലോ, മനുഷ്യന്റെ സ്വഭാവം എന്താണെന്നറിയോ? അവന് ക്ഷമിക്കാൻ ഭയങ്കര പാടാണ്, ഇല്ലേ? കഷ്ടപ്പാടിനോട് വെറുപ്പാണ്, ഇല്ലേ? കഷ്ടപ്പാടിനോട് വെറുപ്പാണ്, ആണോ അല്ലേ? നമ്മൾ ക്ഷമിക്കുന്നത് എങ്ങനെ? ഒരു കഷായം കുടിക്കണത് പോലെയാണ്. ക്ഷമിക്കാൻ നമുക്ക് അറിയാൻ പാടുള്ളൂ. സഹിക്കാനറിയോ? അതായത് തൃപ്തിപ്പെടാൻ അറിയോ? നമുക്ക് അറിയില്ല. ഒരു സർജറി നമുക്ക് ഇഷ്ടമാണോ? സർജറിക്ക് ഒപ്പിട്ട് കൊടുക്കണ പിന്നെ എന്തുകൊണ്ടാ? ഇത് നടന്നില്ലെങ്കിൽ തട്ടിപ്പോകുന്നുള്ളതുകൊണ്ടാണ്, അല്ലേ? ഇഷ്ടണ്ടായിട്ട് ചെയ്യണതാണോ? അല്ല. ഇതുപോലെയാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. എന്നാൽ അള്ളാഹനെ സ്നേഹിക്കുന്നവർ, അല്ല എന്ത് തന്നാലും അതെന്റെ ഗുണത്തിനാണ്, ഞാൻ തൃപ്തിപ്പെടുകയാണ്. അല്ലാ ഇന്നി ഉഹിബ്ബുക, ഞാൻ നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നു അല്ലാ. അങ്ങനെയുള്ളവർക്ക് ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, ആ പ്രയാസത്തിനപ്പുറം ഒരു എളുപ്പം വരാനുണ്ട്. പക്ഷെ അവർക്കത് പ്രയാസമായിട്ട് തോന്നൂല. ആ പ്രയാസവും എളുപ്പവും എല്ലാം അവർക്ക് ആനന്ദം മാത്രം. അല്ല തന്നത്, എന്റെ നാഥൻ തന്നത്, ഞാൻ പ്രണയിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എന്റെ റബ്ബ് തന്നത്, അതിൽ ഞാൻ ഇങ്ങനെ സന്തോഷിക്കാൻ.
ഇവരാണ് മുഅ്മിനുകൾ. സയ്യിദുനാ റസൂലുള്ളാഹ്. ചിന്തിക്കണം, മുഅ്മിനാണോ നമ്മൾ? ഇന്ന് രാത്രി വീട്ടിൽ ചെന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക. എൻ്റെ ഖൽബ് എവിടെയാണുള്ളത്? ഞാൻ എൻ്റെ റബ്ബുമായിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ? ഓരോ പ്രയാസം വരുമ്പോഴും ഞാൻ എൻ്റെ റബ്ബിനെ എത്ര കുറ്റപ്പെടുത്തിയിട്ടുണ്ട്? പ്രയാസങ്ങളിൽ എനിക്ക് അൽഹംദുലില്ലാ പറയാൻ പറ്റിയിട്ടുണ്ടോ? ചിന്തിക്കൂലേ? പോയിട്ട് ചിന്തിക്കൂ. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ.